രാജിവെക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്നും കനത്ത സമ്മർദ്ദമുണ്ടായിരുന്നതായി ഗവർണർ സ്ഥാനം രാജിവെച്ച് ദില്ലിക്ക് മടങ്ങിയ ഷീല ദീക്ഷിത് വെളിപ്പെടുത്തി. Well, there was an indication, and so I thought that it's wiser that before they do something to a position which is a very highly respected and constitutional position, it will be better to leave myself. അതേസമയം നിയുക്ത ഗവർണർ പി സദാശിവം ഇന്ന് കേരളത്തിലെത്തി. നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഇപ്പോൾ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, ഡോക്ടർ A സമ്പത്ത് MP എന്നിവരുണ്ട്. ശ്രീ NK പ്രേമചന്ദ്രൻ MP ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ ശ്രീ സമ്പത്ത്, വലിയ വിമർശനം ഇക്കാര്യത്തിൽ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇതാദ്യമായി ഗവർണറായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം നിയുക്ത ഗവർണറായി നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. കേരളത്തിൽ തന്നെയാണ് ഈ അസുലഭ ഭാഗ്യം എന്ന നിലയിൽ എന്തുകൊണ്ടാണ് നിയമ വിദഗ്ധൻ കൂടിയായ താങ്കളെ പോലെയുള്ളവർ ആഹ്ലാദിക്കാത്തത്, അഭിമാനം കൊള്ളാത്തത്? അഭിഭാഷക സമൂഹം ഈ നിയമനത്തിനെ സ്വാഗതം ചെയ്യാൻ യാതൊരു കാരണവും കാണില്ല, യാതൊരു നിർവാഹവുമില്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 5 എന്നത് പാർട്ട് 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അത് പ്രതിപാദിക്കുന്നത് ദ യൂണിയൻ എന്നാണ്. അതിൽ എക്സിക്യൂട്ടീവിനെ, ലെജിസ്ലേച്ചറിനെ, ജുഡീഷ്യറിയെ സംബന്ധിച്ചെല്ലാം കൃത്യമായി വ്യവച്ഛേദിച്ച് പറയുന്നുണ്ട്. അതിലെ അധ്യായം 4, ചാപ്റ്റർ 4 യൂണിയൻ ജുഡീഷ്യറിയെ കുറിച്ചാണ് പറയുന്നത്. അതേസമയം ഭരണഘടനയുടെ 6-ാം ഭാഗം പാർട്ട് 6 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ അധ്യായം 5 ഈ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളെക്കുറിച്ചും പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഗവർണർ പദവിയിലേക്ക് വന്നില്ല, ഞാനിപ്പോൾ ജുഡീഷ്യറിയുടെ കാര്യത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറി, പ്രത്യേകിച്ചും സുപ്രീം കോടതിക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ ഭരണഘടനാ ദത്തമായ അധികാരങ്ങൾ, ഇൻഹറൻറ്റ് പവേഴ്സ്, സൂപ്പർവൈസറി പവേഴ്സ് ഒക്കെയുണ്ട്. ഇവിടെ ഇത് കസ്റ്റോഡിയൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, ഒരുപക്ഷെ ചിലപ്പോൾ ലെജിസ്ലേച്ചറുമെല്ലാം. ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളിലോ അതല്ല നിയമനിർമ്മാണ സഭ തന്നെ ചിലപ്പോൾ ചില നിയമനിർമ്മാണങ്ങൾ നടപ്പാക്കുമ്പോൾ, ബില്ലുകൾ പാസ്സാക്കി ആക്റ്റായി എല്ലാം വരുമ്പോൾ, പ്രസിഡന്റ് ഒപ്പിട്ട് ആക്റ്റായി വരുമ്പോൾ അതിൽ അൾട്രാ വൈറസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാരണത്താൽ പലപ്പോഴും ചില വകുപ്പുകൾ റദ്ദാക്കപ്പെടുക, ചില ഭാഗങ്ങൾ റദ്ദാക്കപ്പെടുക, അതല്ലെങ്കിൽ ഒരു നിയമം തന്നെ റദ്ദാക്കപ്പെടുക ഒക്കെ സംഭവിക്കാം. ഇന്ത്യയുടെ സുപ്രീം കോടതി ലോകത്തിലെ ജുഡീഷ്യൽ സംവിധാനത്തിൽ വിവിധ രാഷ്ട്രങ്ങളിലെ ജുഡീഷ്യറി പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ള ജുഡീഷ്യറിയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി. ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ. തൂക്കിക്കൊല്ലാനായി വിധിച്ചാൽ ആ തൂക്കിക്കൊല നടപ്പാക്കാതെ ഇരിക്കാൻ, വച്ചു താമസിപ്പിക്കാൻ, റദ്ദാക്കാൻ ഒക്കെയുള്ള അധികാരങ്ങൾ, അത്തരം കാര്യങ്ങൾ എന്ന് മാത്രമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ അധികാരമെന്ന് എടുത്തു പറയാൻ കാരണം ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയുടെ ഭരണഘടന തലവനാരാം? പ്രഥമ പൗരൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് പോലും റദ്ദാക്കാൻ അധികാരമുള്ളതാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി. അതിൻ്റെ തലവനാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് മുകളിൽ മറ്റാരുമില്ല തന്നെ. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പാകെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുക. തിരിച്ചും രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുക. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം തന്നെ നടാടെയാണ്. കേരളത്തിലേക്കാണ് ഇപ്പോൾ ജസ്റ്റിസ് സദാശിവത്തിൻ്റെ ഗവർണർ പദവിയിലേക്കുള്ള കടന്നുവരവ്. അദ്ദേഹം ഇതിന് ഒരുപാട് ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. എനിക്കൊരു 18 കൊല്ലക്കാലം ജുഡീഷ്യറിയിൽ ഇങ്ങനെ സുപ്രീം കോടതിയിലുള്ള എൻ്റെ അനുഭവ സമ്പത്ത്, അത്തരം കാര്യങ്ങൾ. ഗവർണർ പദവിയിലേക്ക് വരാനായിട്ടുള്ള യോഗ്യതകളിലൊന്നും ഈ ജുഡീഷ്യറിയിലുള്ള ഈ യോഗ്യതയും അവിടെ ഇത്തരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള നീതി നിർവഹണ സമ്പ്രദായത്തെക്കുറിച്ചൊന്നും ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരിടത്തും പറയുന്നില്ല. പിന്നെ ഈ ജുഡീഷ്യറിയിൽ നിന്ന് ഗവർണർ പദവിയിലേക്കുള്ള വരവ് ഇനി ഇത് പലതിൻ്റെയും വഴി തുറക്കും. ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ ആയാൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് ഇനി പലതും ആകാം. അപ്പോൾ ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്കും ഇത്തരത്തിലുള്ള വഴികൾ പല രീതിയിലും തുറന്നു കിട്ടാനായി അവർ എക്സിക്യൂട്ടീവിൻ്റെ വാതിലിൽ they will knock at the door or they will be in the queue. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് സൂചിപ്പിച്ചത് താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ.
കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിൽക്കുന്ന ഈ ചർച്ചയുടെ ഈ വിവാദത്തിൻ്റെ ഇപ്പോഴത്തെയും ചോദ്യം അതുതന്നെയാണ്. ഏത് അടിയന്തര സാഹചര്യമാണ് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി വിരമിച്ച പി സദാശിവത്തെ ഒരു ഗവർണറാക്കി നിയമിക്കുന്നതിനുള്ള എന്ത് അടിയന്തര സാഹചര്യമായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന നിലയിൽ വിശദീകരിക്കാൻ, പ്രത്യേകിച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനായിട്ടുണ്ടോ? അങ്ങനെ കഴിയാത്തിടത്തോളം ചില ദുരൂഹതകൾ അവശേഷിക്കുക തന്നെയല്ലേ? ശ്രീ സമ്പത്ത് തൻ്റെ പാർട്ടി ഇങ്ങനൊരു നിലപാട് പറഞ്ഞു, അതിനുവേണ്ടി നിയമത്തിലെ ഭരണഘടനയിലെ ഒരു വകുപ്പ് പറഞ്ഞു എന്നല്ലാതെ അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് ഒരു നിലക്ക് യോജിപ്പില്ല. അങ്ങനെ ആരെങ്കിലും ഈ പറഞ്ഞതൊക്കെ കുറ്റകരമാണെങ്കിൽ ആദ്യം തുറുങ്കിലടക്കേണ്ട അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇന്ത്യയിലെ അവരുടെ പാർട്ടിയുടെ റെസൊല്യൂഷൻ പ്രകാരം ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാരം കൈയാളുന്ന നിയാമക ശക്തിയായി മാറി സുർജിത് അതിൻ്റെ നയരൂപീകരണ ചെയർമാനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷത്തെ ആഭ്യന്തരമന്ത്രിയും കൃഷിമന്ത്രിയും ചിദാനന്ദ മിശ്രയും ഒക്കെ ഞാൻ പറയണ്ടല്ലോ, പേര് പറയണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഇരുന്ന ഒരു മന്ത്രിസഭയുടെ കാലമുണ്ടായിരുന്നു. അക്കാലത്ത് അല്ലേ തുടക്കം കുറിച്ചത് സുപ്രീം കോടതിയിലെ മലയാളിയായ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബി. അവർ ഗവർണറായി നിയോഗിക്കപ്പെട്ടത് കാങ്ക് ചീഫ് ജസ്റ്റിസായിരുന്ന ആൾ കേരളത്തിലേക്ക് വന്നതൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇന്ന് 2008 ശേഷം 21 സുപ്രീം കോടതി ജഡ്ജിമാരാണ് റിട്ടയർ ചെയ്തത്. അതിൽ 18 പേരെയും ട്രൈബ്യൂണലുകളായാലും മറ്റ് പോസ്റ്റുകളിൽ അതിന് ശേഷം നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരു ഇടുത്തി പൊലിപ്പം നിവരിച്ചു എന്ന് പറയുന്ന അർത്ഥമൊന്നുമില്ല. ഭരണഘടന അനുസരിച്ച് എവിടെയും ഏറ്റവും വലിയ നീതിമാൻ റിട്ടയർ ചെയ്താൽ അദ്ദേഹം ഗവർണറായിക്കൂടുന്നൊരു ബാർ എവിടെയും ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കീഴ്വഴക്കവുമില്ല. അതുകൊണ്ട് അദ്ദേഹം പിന്നെ എനിക്ക് ഒന്നുകൂടി അദ്ദേഹം CPMൻ്റെ MP ആണല്ലോ ഇത് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങക്കറിയാമോ വി രാമസ്വാമിയെ? ജസ്റ്റിസ് വി രാമസ്വാമിയെ ഇംപീച്ച് ചെയ്യാൻ നീതിപീഠത്തിനും രാഷ്ട്രീയത്തിനും അപമാനമെന്ന് പറഞ്ഞുകൊണ്ട് ഇംപീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവന്ന് CPMൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്. ആ ആളിനെ ശിവകാശിയിൽ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായി CPM നിർത്തി മത്സരിപ്പിച്ച് ജനവിധിക്ക് വേണ്ടി ശ്രമിച്ചത് നീതി പിന്നെ ധാർമ്മികത പറയാനുള്ള അവകാശം. രണ്ടാമത് ഒരു കാര്യം കൂടി ശരത്തേൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഒരു കാര്യം കൂടി പറ. ഞാൻ പറഞ്ഞത് കളവാണോ തെറ്റാണോ? തെറ്റാണെന്നാണ് മത്സരിപ്പിച്ചിട്ടില്ല. എങ്ങനെ സമ്പത്ത് പറയുന്നു അങ്ങനെ മത്സരിപ്പിച്ചിട്ടില്ല രാമസ്വാമിയെ, CPM അങ്ങനെ ചെയ്തിട്ടില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. സമ്പത്ത് അതായത് ശിവകാശി മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചു. 99 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ മത്സരിച്ച് അദ്ദേഹം തോറ്റു എന്നുള്ള കാര്യം സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ. മുന്നണിയല്ല പിന്താങ്ങി. ശ്രീധരൻപിള്ള സാറ് ചരിത്രത്തെ വല്ലാതെ വളച്ചൊടിക്കരുത്. കാരണം ഇപ്പോൾ BJPയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ളപ്പോൾ തന്നെ ചരിത്രത്തെ എല്ലാം വല്ലാതെ ഇങ്ങനെ വളച്ചൊടിക്കാനും ഒരുപാട് വസ്തുതകളെ നിഷ്കാസനം ചെയ്യാനും ചരിത്രത്തിൽ കയറിക്കൂടാനും എല്ലാം സാറിന്റെ പാർട്ടിയുടെ നേതാക്കൾ ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ജസ്റ്റിസ് രാമസ്വാമിക്കെതിരായി ഇംപീച്ച്മെന്റ് പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അത് സഖാവ് സീതാറാം യെച്ചൂരി തന്നെയാണ്. ആ സഖാവ് സീതാറാം യെച്ചൂരിയും അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലിയും നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഏടുകൾ തന്നെയാണ്. ജസ്റ്റിസ് രാമസ്വാമിയെ സംബന്ധിച്ചുള്ള ജസ്റ്റിസ് രാമസ്വാമിയെ ഒരു കാരണവശാലും CPIM സ്ഥാനാർത്ഥിയായി ഒരിടത്തും മത്സരിപ്പിച്ചിട്ടില്ല. അങ്ങനെ കോൺഗ്രസും CPIMുമായ ഒരു മുന്നണി ഒരിടത്തും ഉണ്ടാക്കിയിട്ടില്ല. കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചിട്ടുണ്ട്. രാമസ്വാമിയെ ശിവകാശിയിൽ CPM ആ തെരഞ്ഞെടുപ്പിൽ പിന്താങ്ങിയിരുന്നു. അദ്ദേഹം പരാജയപ്പെട്ടു. ADMK ജയിച്ചു. DMK മുന്നണിയുടെ കാൻഡിഡേറ്റായിട്ട് DMKയും CPMും തമ്മിലുണ്ടായിരുന്ന മുന്നണിയുടെ കാൻഡിഡേറ്റായിട്ട് കോൺഗ്രസിൻ്റെ പിന്താങ്ങിലൂടെ മത്സരിച്ചു എന്ന് ഞാൻ പരസ്യമായി പറയുന്നു. ഞാൻ അങ്ങനെ പറയുന്നത് ഇതൊക്കെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല. അത് ആ നിലപാടുകളിൽ രണ്ടുപേരും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. രണ്ടുപേരിലേക്കും വരാം. പക്ഷേ ഇവിടെ ഉയർന്ന പ്രശ്നത്തെ ഈ താരതമ്യം കൊണ്ട് സാധ്യമാകുന്ന ഒന്നാണോ എന്നൊരു ചോദ്യം അപ്പോഴും ബാക്കിയാണ്. ശ്രീ NK പ്രേമചന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രേമചന്ദ്രൻ, ഏത് അടിയന്തര സാഹചര്യമാണ് സദാശിവത്തെ കേരളത്തിൻ്റെ ഗവർണറാക്കാൻ
കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? സാഹചര്യത്തിന്റെയും പ്രശ്നം വരുന്നില്ല. മാത്രവുമല്ല, ഗവർണേഴ്സ് അപ്പോയിന്റ്മെന്റ് ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തെ പ്രതിരോധിക്കുന്നതിനോ അഡ്രസ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടല്ല ഗവർണേഴ്സ് പോസ്റ്റിംഗ്. ഗവർണർമാരെ നിയമിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതിയുടെ നിരവധി വേർഡിക്റ്റുകളിലും അതുപോലെ ഏറ്റവും ഒടുവിൽ BJP ഗവൺമെന്റ് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് കേവലം രാഷ്ട്രീയ നിയമനമാണ്, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ്. അങ്ങനെ രാഷ്ട്രീയ നിയമനമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ഗവർണറെ അവിടെ നിന്ന് മിസോറാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും മിസോറാമിൽ പോയി അവരെ പിന്നീട് മറ്റു ചില കാരണങ്ങളുടെ പേരിൽ ഗവർണർ സ്ഥാനത്ത് തന്നെ നീക്കം ചെയ്യാൻ തീരുമാനമെടുക്കുകയും ചെയ്തത് ഈ രാജ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതി സ്ഥാപനമായിട്ടുള്ള ജുഡീഷ്യറിയുടെ ഹെഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് രാഷ്ട്രപതിക്ക് സമാനമായിട്ടുള്ള പ്രോട്ടോകോളോടുകൂടി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഹെഡായിട്ടുള്ള ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പോസ്റ്റിന് വേണ്ടി, ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിങ്ങിന് വേണ്ടി ഇത്രയേറെ നിലവാരമില്ലാതാകുന്നു എന്നുള്ളതാണ് ഏറ്റവും മൗലികമായിട്ടുള്ള പ്രശ്നം. ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഉണ്ട്. ഒന്ന്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ഈ കാര്യത്തിൽ പ്രധാനമായ ഒരു തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹം ഒരു തീരുമാനം എടുത്തല്ലോ ശ്രീ പ്രേമചന്ദ്രൻ. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. ഗവർണർ പദവി എന്നത് ഒരു താഴ്ന്ന പദവിയല്ല. വിവാദങ്ങൾ കൊണ്ടൊന്നും അദ്ദേഹത്തിന്റെ താല്പര്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. അത് തൽക്കാലം മാറ്റിവെക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം മറ്റൊന്നാണ്. ഇവിടെ സർക്കാരിൻ്റെ ഈ സമീപനം, ഏതായാലും അദ്ദേഹം നിയുക്ത ഗവർണറായി കേരളത്തിൽ എത്തിക്കഴിഞ്ഞ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇതിന് പിന്നിലത്തെ കാരണങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായ ആലോചനകളോ വിമർശനങ്ങളോ താങ്കളുടെ പക്കലുണ്ടോ, താങ്കൾ ഉന്നയിക്കുന്നുണ്ടോ? രണ്ട് കാര്യങ്ങൾ, പ്രധാനമായും രണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, BJP ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്നു. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട. നേരത്തെ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ ചരിത്ര ഗവേഷണ കൗൺസിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾ, അതിനകത്തൊക്കെ ഉള്ള BJPയുടെ ഒരു ഇൻട്രൂഷൻ ഇപ്പൊ നടക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് BJP കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഞങ്ങളുടെ താല്പര്യത്തിനും ഇംഗിതത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവരെ അത്തരത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ നൽകി അവരെ ഒക്കെ തന്നെ വരുതിയിൽ വരുത്താൻ കഴിയുമെന്നുള്ളൊരു വലിയ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. കാരണം ശ്രീ ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ അപ്പോയിന്റ്മെന്റിന്റെ പ്രശ്നം വന്നപ്പോ അന്ന് അതിശക്തമായിട്ടുള്ള വിയോജിപ്പാണ് കേന്ദ്ര ഗവൺമെന്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ അതേസമയം തന്നെ ശ്രീ സദാശിവത്തിന്റെ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പോൾ എന്ത് മാനദണ്ഡമാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ ഈ രൂപത്തിൽ ഇത്തരം ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗിൽ നിയോഗിക്കാൻ ഇടയായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ഒരു സാഹചര്യവും നമ്മുടെ രാജ്യത്ത് നിലവിലില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ ജുഡീഷ്യൽ തന്നെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ ബില്ല് അതിന്റെ ചർച്ചാവേളയിൽ BJP അടക്കമുള്ളവർ ശക്തമായി വാദിച്ചത് എന്താണ്? ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ആസ്പിറൻസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്തിന്റെ ജുഡീഷ്യൽ ഹൈറാർക്കിയിൽ വരാൻ പാടില്ല. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ ബില്ല് കൊണ്ടുവരുന്നത് എന്ന നിലയിൽ വളരെ എലക്വന്റായി ആർഗ്യൂ ചെയ്ത അരുൺ ജെയ്റ്റ്ലി നിയമമന്ത്രിയായിരിക്കുന്ന നമ്മുടെ രാജ്യത്തിലെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റ് കാലഘട്ടത്തിൽ തന്നെ പൊളിറ്റിക്കൽ ആസ്പിറന്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ സൃഷ്ടിക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായി ചെയ്യുന്നു എന്ന് വേണം ഈ ഇതിന് ഒരു വാചകം പോലും ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല. ഈ രണ്ട് വിമർശനങ്ങൾ, ഡോക്ടർ സമ്പത്തിന്റെയും പ്രേമചന്ദ്രന്റെയും വിമർശനങ്ങൾ, വളരെ ഗുരുതരമായ ഒരു സന്ദേശം ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീധരൻ പിള്ള, അതിനൊരു മറുപടി BJPക്കുണ്ടോ? അല്ല, ഇതിൽ ഏറ്റവും നീതിമാനായ ന്യായാധിപനാണ്, ഏറ്റവും അധികാരമുള്ള ആളാണ്, നീതിയുടെ അപ്പോസ്തലനാണെന്ന് സമ്പത്ത് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ ഗവർണറായിട്ട് വരുമ്പോൾ നീതിയല്ലേ നടക്കുക? നല്ലതല്ലേ? അദ്ദേഹത്തെ പറ്റി ഒരു ആക്ഷേപം ആർക്കും ഇല്ലല്ലോ. അദ്ദേഹം വ്യക്തിപരമായ ആക്ഷേപം ആരും അദ്ദേഹത്തെ പറ്റി ഉന്നയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ വരണം. ഭരണഘടനയിൽ ഇത് യാതൊരു തടസ്സവുമില്ല, ബാറില്ല. കീഴ്വഴക്കങ്ങൾ ഞാൻ പറഞ്ഞു നേരത്തെ, ജസ്റ്റിസ് കാങ്കിൻ്റെ കാര്യത്തിലായാലും ശരി, ഗവർണർമാരായി വന്ന ഒരുപാട് സംഭവമുണ്ട്. കേരളത്തിൽ തന്നെ ഗവർണറായ ശേഷം സ്പീക്കറായിട്ട് MLA ആയിട്ട് വന്നു. ഏതായാലും ശ്രീധരൻപിള്ള, വളരെ സമർത്ഥനായ ഒരു അഭിഭാഷകനെ പോലെ താങ്കൾ കേസ് വാദിക്കുകയാണ്. കീഴ്വഴക്കത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു, കീഴ്വഴക്കമില്ലായ്മയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു, നല്ല ചീഫ് ജസ്റ്റിസ് ആയിരുന്നുവെങ്കിൽ നല്ല ഗവർണർ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ ഇതൊന്നുമല്ല ഇവരുന്നയിച്ച വിമർശനം. ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്നു. നല്ല സർക്കാരിന് വഴങ്ങുന്ന, സർക്കാരിൻ്റെ ഇംഗിതങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാരാണെങ്കിൽ, വിശേഷിച്ച് സുപ്രീം കോടതിയിലടക്കം നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വിരമിക്കുന്ന കാലത്ത് അതിൻ്റെതായ ഗുണമുണ്ടാകും. ഇതാണിതിലെ ഉയരുന്ന പ്രധാന വിമർശനം. ഇപ്പോൾ അഖിലേന്ത്യാ ബാർ അസോസിയേഷൻ പോലും വിയോജിച്ച ഒരു സാഹചര്യം ഇക്കാര്യത്തിലുണ്ടല്ലോ ശ്രീധരൻപിള്ള. അതിന് BJP മറുപടി പറയേണ്ടി വരും. ലോക്സഭയിൽ ഉണ്ടായ ചർച്ചയെക്കുറിച്ച് ശ്രീ പ്രേമചന്ദ്രൻ സൂചിപ്പിച്ചല്ലോ. BJP എടുത്ത നിലപാടിൽ നിന്ന് തന്നെ
ഒരു മലക്കം മറിച്ചിലൂടെയല്ലേ സദാശിവം അങ്ങനെയാണെങ്കിൽ ഗവർണറാകുന്നത്? അല്ല, ഈ ശരത്തെ ഇക്കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ നമ്മൾ കണക്കാക്കേണ്ട ഒരു ജുഡീഷ്യറിയോട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ലീഗൽ അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞത് കോടതികൾ നടന്നു വന്നിരുന്ന പ്രക്രിയയാണ്. ആ പ്രക്രിയ മെല്ലെ ട്രൈബ്യൂണലുകളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും എക്സിക്യൂട്ടീവിലേക്ക് മെല്ലെ മെല്ലെ മാറ്റിക്കൊണ്ട് കമ്മീഷനുകളാക്കി. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ റിട്ടയർ ചെയ്ത പോസ്റ്റിൽ വന്നെങ്കിൽ 3ഓളം പ്രധാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കമ്മീഷനുകളുടെ ചെയർമാനാകും നിയമം ഉണ്ടാക്കി. BJP ആണോ ഉണ്ടാക്കിയത്? അപ്പോൾ ഇവരൊക്കെ തന്നെ അന്നത്തെ പൊസിഷൻ പോലെ തന്നെ പ്രോട്ടോകോൾ എന്തുവാകട്ടെ അന്നത്തെ പോലെ തന്നെ അതേ അധികാരത്തോടാണ് അവർ നിൽക്കുന്നത്. താൻ അധികാരത്തോടല്ല അവർ നിൽക്കുന്നത്. ഇത് ഈ കീഴ്വഴക്കമാരാണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയ ആളുകൾ ഇപ്പം ഒരു നീതിമാൻ, അദ്ദേഹത്തെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കുമില്ല, നീതിമാനായ നിയമജ്ഞനായ ഒരാൾ ഇവിടെ വന്നിട്ട് ഗവർണർ ആകുമ്പം ആ ഗവർണർ പോസ്റ്റ് കൂടുതൽ ശോഭയോടുകൂടി നീതിബോധത്തോടുകൂടി നടക്കുകയല്ലേ ചെയ്യുന്നത്. അതിനെ എതിർക്കേണ്ട ആവശ്യം എന്താ? അതുകൊണ്ട് BJP കേന്ദ്ര സർക്കാരാണ് എപ്പോഴും ശുപാർശ ചെയ്യാറുള്ളത്. ആ ശുപാർശ ചെയ്ത ആളിനെ പറ്റി ഒരു ആക്ഷേപമില്ല ഈ പൊസിഷൻ. അതുകൊണ്ടാണ് ഞാൻ രാജാജിയുടെ കാര്യം പറഞ്ഞത്. ഒരു മറുപടി പറയട്ടെ, രാജഗോപാലാചാരി ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയല്ലേ? പിന്നെ അതിനുശേഷം ഗവർണറുടെ പോസ്റ്റിൽ അദ്ദേഹത്തെ കോൺഗ്രസ് സർക്കാർ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ നിയമിച്ചില്ലേ? പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയില്ലേ? MLA ആയില്ലേ? അപ്പോൾ ഈ നിലക്ക് വന്നിട്ടുള്ള സ്ഥിതിഗതികളെ സംബന്ധിച്ചിടത്തോളം തുടക്കം അവിടുന്നല്ലേ. അതിനുശേഷം എല്ലാവരും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ BJP വന്നപ്പം BJP ഒരു നീതിമാനായ ആളെ നിയമിച്ചപ്പം വ്യക്തിപരമായ ഒരു ആക്ഷേപങ്ങളെ പറ്റിയില്ല. പക്ഷേ സാങ്കേതികത്വം, ഭരണഘടന, ഇത് അന്ധമായ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള അടിസ്ഥാനമില്ലാത്ത ഒരു ദുരുദ്ദേശപരമായ ഒരു ആക്ഷേപം മാത്രമാണ്. വസ്തുതാപരമായി ഒന്നുമില്ല എന്നാണ് ഞാൻ പറയാനാണ്. സമ്പത്തിൻ്റെ മറുപടി, സമ്പത്തിൻ്റെ വിശദീകരണം. അല്ല, ശ്രീധരൻപിള്ള സാറ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലാണെങ്കിൽ ആർട്ടിക്കിൾ 157 അനുസരിച്ച് വാസ്തവത്തിൽ 35 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും ആകാം ഗവർണറാകാം, ഒരു സംസ്ഥാനത്തെ ഗവർണറാകാം. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല ഗുണങ്ങളെ സംബന്ധിച്ച് എനിക്ക് അദ്ദേഹവുമായിട്ട് കൂടുതൽ അടുപ്പമൊന്നുമില്ല, എനിക്കറിയില്ല. മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ ഒരുപാട് സ്വാഭാവികമായി ഉയർന്നു വരും. ഇത് പല മാധ്യമങ്ങളിലും ഇത്തരം ചർച്ചകളിൽ ഉയർന്നു വന്ന ഒരു കാര്യമാണ്. ശ്രീ അമിത്ഷായെ BJPയുടെ ഇന്നത്തെ അഖിലേന്ത്യാ അധ്യക്ഷനായി തിരിച്ച് ഗുജറാത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കരുത് എന്നുള്ള കോടതി ഉത്തരവ്, ആ കോടതി ഉത്തരവിന് തന്നെ അതിന് ആ സാധുത, അതിന് സ്റ്റേ നൽകുന്നതുൾപ്പെടെയുള്ള പിന്നെ അദ്ദേഹത്തിന് ഒരു സൗകര്യപ്രദമായ നിലയിലേക്കുള്ള നടപടികൾ കോടതിയിൽ നിന്നുണ്ടായി. ആ ഉത്തരവിന് മാത്രമല്ല, ഗുജറാത്തിലെ വ്യാജ ഏറ്റുമുട്ടൽ കേസിലായാലും തുളസിറാം പ്രജാപതി ഏറ്റുമുട്ടൽ കേസുകളിലൊക്കെ FIR റദ്ദാക്കാൻ ഉത്തരവിട്ടിരുന്നു എന്നുള്ള ഒരു പശ്ചാത്തലത്തെയും ബന്ധത്തെയും സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾ എന്തായാലും അദ്ദേഹത്തിന്റെ ഗവർണർ പദവിയുമായി ബന്ധപ്പെട്ടുള്ള പല ചോദ്യങ്ങളും ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരാൾ ഗവർണറായി വരുമ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജിമാർ അവർ ഗവർണറായി വന്നപ്പോഴൊന്നും ഇത്തരത്തിലുള്ള തർക്കങ്ങളൊന്നും ഉണ്ടായില്ല. ആ തർക്കങ്ങൾ ആരും അന്ന് ഉന്നയിച്ചില്ല. രാഷ്ട്രീയമായ അത്തരത്തിൽ ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ എന്ന് തന്നെ ഞാൻ പറയുകയാണ്, ജുഡീഷ്യറിയിലെ ഉദ്യോഗസ്ഥൻ, ചീഫ് ജസ്റ്റിസ്, ആ ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിൽ ഇനിയിപ്പോൾ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇത് നേരത്തെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല, കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊന്നും വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളെ അല്ല വിഷയം. ഇവിടെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളോ ഒരു വ്യക്തി എത്രമാത്രം ദിവ്യത്വമോ പരിപാവനതയോ അവകാശപ്പെടുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ജുഡീഷ്യറിക്ക് നൽകുന്ന സന്ദേശം എന്താണ്, ആ സന്ദേശം ഇനി ഭാവി ഇന്ത്യക്ക് നൽകുന്ന സന്ദേശം എന്താണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു സംസ്ഥാനത്തെ ഗവർണറായി, അല്ല ആ ഗവർണറായി വരുന്നത് തന്നെ ഗവർണറായി ഇരുന്ന പല ആളുകളെയും അവരുടെ മേൽ നിരവധി തരത്തിലുള്ള സാമധാന ഭേദ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഗവർണർമാരെ ഈ ഒരിടത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക, അവരെ തന്നെ വിളിച്ചു വരുത്തി അവരുമായിട്ടുള്ള ചർച്ചകളിൽ അവരോട് പറയുക രാജിവെച്ച് പോകുന്നതാണ് മാന്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ അത്തരത്തിലൊരു സ്വാഭാവികമായി ആ ഗവർണർ പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യൻ, പുരുഷനായാലും സ്ത്രീ ആയാലും രാജിവെച്ച് പോവുക തന്നെയാണല്ലോ ഉണ്ടാവുക. അവിടേക്ക് ഇപ്പോൾ ഇതിനൊരു പരിചയമായി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു മനുഷ്യനെ തന്നെ ഉപയോഗിക്കുക, അദ്ദേഹം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക, അദ്ദേഹത്തിൻ്റെ ഇതിലെ അനുഭവ സമ്പത്തിനെ കുറിച്ചെല്ലാം അദ്ദേഹം തന്നെ അഭിമാന പുളകിതനാവുക, അത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ അംഗീകരിച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയും. ശ്രീ പ്രേമേന്ദ്രനിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ചെറിയ സംശയം, ഈ ചർച്ചകളിൽ നേരത്തെ തന്നെ വന്നതാണെങ്കിൽ പോലും ശ്രീ PS ശ്രീധരൻപിള്ള, താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ പോലും അമ്പരപ്പും അതൃപ്തിയും ഉണ്ടാക്കിയ ഒരു പ്രശ്നമായിരുന്നില്ല ഇത്. ഒരുപക്ഷെ അത് പരിഹരിച്ചിട്ടുണ്ടാകാം, എങ്കിൽ പോലും എല്ലാവരിലും ഒരു അതൃപ്തിയോ അമ്പരപ്പോ അവിശ്വസനീയതയോ ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ നിങ്ങൾ തുടങ്ങി വെച്ചു, ഞങ്ങളത് മനോഹരമായി പൂർത്തിയാക്കി എന്ന മട്ടിലാണെങ്കിൽ
ശരിയാണ്, എന്തോ ചില തെറ്റുകൾ ഉണ്ടാകാം, പക്ഷേ നിങ്ങൾ തുറന്നു തന്ന വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്നു, ഇന്ന് ഞങ്ങളെ കുറ്റം പറയാൻ നിങ്ങൾ ആരും ശ്രമിക്കേണ്ട എന്നാണോ ഒരു മറുപടി, പ്രത്യേകിച്ച് ഇന്ത്യൻ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഈ ചോദ്യങ്ങൾ ഉള്ളപ്പോൾ? ഞാൻ ഉണ്ടെങ്കിൽ അറിയേണ്ടതാണ്. ഞാനതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിവാദമാക്കേണ്ട ആവശ്യമില്ല. അത് പൊളിറ്റിക്കലി ഇൽമോട്ടിവേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സമ്പത്ത് ഇപ്പോൾ പറഞ്ഞല്ലോ ഇതെല്ലാം. ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിലുണ്ടാകുന്ന പ്രശ്നം എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ ഒന്നൊന്നായി ട്രൈബ്യൂണലുകളും മറ്റും സ്ഥാപിച്ചിട്ട് കവർന്നെടുക്കുകയാണ്. അതിലേക്ക് പഴയ ജഡ്ജിമാരെ നിയമിക്കുകയാണ്. ആ നിയമനം എല്ലാം വേണ്ട എന്നുള്ള നിയമനിർമ്മാണം ഉണ്ടായ ഏറ്റവും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 21 പേരിൽ 18 പേരും ഓരോ ചുമതലകൾ വഹിക്കുന്നു എന്ന് പറയാൻ ഇടയായിട്ടുള്ളത്. അതൊരിക്കലും ജുഡീഷ്യറിക്ക് ആ പദവി സമ്പത്ത് ഒരു നിമിഷം, ആ പദവിയിൽ അത്തരം ട്രൈബ്യൂണലുകളുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വിരമിച്ച ന്യായാധിപന്മാർ വരുന്ന ഒരു കീഴ്വഴക്കത്തിലേക്ക്, ശീലത്തിലേക്ക് ഗവർണർ കൂടി വന്നു ചേരുന്നു എന്നാണ് വരാൻ പോകുന്നൊരു രീതി. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇതേ ദിവസമാണ് സ്ഥാനമൊഴിഞ്ഞു പോയ ഗവർണർ ഷീല ദീക്ഷിത് പറയുന്നത് രാജിവെപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അതും കൂട്ടി വായിക്കണ്ടേ? നിലവിലുണ്ടായിരുന്ന ഗവർണറെ പുറത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക, പുതിയ ഗവർണറായി ആരും പ്രതീക്ഷിക്കാതെ നിൽക്കെ സുപ്രീം കോടതിയുടെ വിരമിച്ച ചീഫ് ജസ്റ്റിസ് തന്നെ വരികയും ചെയ്യുന്നു. അല്ല, അങ്ങനെ അവരുടെ മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വളരെ വിഷമം ഉണ്ടാവും. കാരണം അവിടെ ഷുഗ്ലു കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചിട്ട് പ്രോസിക്യൂഷൻ ഇടപെടൽ ക്യാബിനറ്റ് തീരുമാനിച്ചതാണ്. ആ ക്യാബിനറ്റ് തീരുമാനിച്ചപ്പോൾ അവരെ ഗവർണറായിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഗവർണറായിട്ട് കൊണ്ടുവന്നപ്പോൾ പ്രോസിക്യൂഷൻ നടപടികൾ ഡെഫർ ചെയ്യാൻ സാധിക്കും, മാറ്റിവെക്കാൻ സാധിക്കും. ഗവർണറായിരിക്കുമ്പോൾ പ്രോസിക്യൂഷൻ പാടില്ല. അതുകൊണ്ട് അതിനുവേണ്ടി കോൺഗ്രസ് ചെയ്തതാണ്. അന്നാണ് നമ്മൾ വിവാദം ഉണ്ടാക്കേണ്ടിയിരുന്നത്. അന്ന് ഇവിടെ പോയി സി പി എം എന്ന് പറയുന്ന പ്രധാന കക്ഷി വളരെ കുറ്റകരമായ മൗനത്തിലായിരുന്നില്ല. ഞങ്ങൾ പ്രതിഷേധിച്ചല്ല പാടില്ല എന്ന്. അതുകൊണ്ട് നീതിബോധമുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പം കുറ്റകരമായ മൗനം പാലിക്കുക. ഇപ്പം കിട്ടുന്ന അവസരത്തിൽ നരേന്ദ്രമോദി അടിക്കാൻ വടിയായിട്ട് ഇത് കിട്ടിയപ്പം അനാവശ്യമായി വടി ഉപയോഗിക്കുകയാണ്. രണ്ടാമത് താങ്കൾ പറഞ്ഞാൽ അമിത്ഷായുടെ കാര്യം, ആ കേസ് റദ്ദ് ചെയ്തിട്ടില്ല. ഇത് ഒരു കണ്ടീഷൻ, കിടക്കുന്ന ഒരു കണ്ടീഷൻ 6 മാസം ഒരു കണ്ടീഷൻ പാലിച്ച ശേഷം അത് റദ്ദ് ചെയ്തത് ആക്ഷേപമായി കൊണ്ടുവരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സഹതാപമേ ഉള്ളവരോട്. അവർ പറയുന്നത് ശരിയല്ല. കാരണം ഒരു കണ്ടീഷൻ മാറ്റി ഡിലീറ്റ് ചെയ്തു, ഇതാണ് ചെയ്ത അബദ്ധം. അതിൻ്റെ പേരിൽ പോലും ആക്ഷേപം. അങ്ങനെയാണെങ്കിൽ അച്യുതാനന്ദൻ കൊടുത്ത കേസിൽ ഈ ജസ്റ്റിസ് സദാശിവമാണ് ബാലകൃഷ്ണപിള്ള ശിക്ഷിച്ചത്. വിട്ട കേസാണ്. എല്ലാ നിയമോപദേശം അതായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാം കൊട്ടിഘോഷിച്ചില്ലേ? സമ്പത്തിൻ്റെ പാർട്ടി കൊട്ടിഘോഷിച്ചില്ലേ? ഈ സദാശിവൻ ജഡ്ജി ഇദ്ദേഹമല്ലേ ആ വിധി ഉണ്ടായത്? അപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അന്ന് ബാലകൃഷ്ണപിള്ള അന്ന് ആക്ഷേപം ഉന്നയിച്ചിരുന്നല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരവാദ നിലപാടുകൾ ഒരു പാർട്ടിക്കും ശരിയല്ല. സമവായം ഉണ്ടാകണം. സമവായത്തെ കൂടെ നമുക്കിത് മാറ്റണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ റിട്ടയർഡ് ജഡ്ജിമാരുടെ കാര്യത്തിൽ നിയമനിർമ്മാണത്തിന് വേണ്ടി ശ്രമിക്കട്ടെ. BJP അതിന് ആരോടും സമവായ അന്തരീക്ഷത്തിൽ പോകാൻ എല്ലാവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അവസാനമായി സമ്പത്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജുഡീഷ്യറിക്ക് മേൽ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ BJP കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട് എന്ന് താങ്കളും പറഞ്ഞു, പ്രേമേന്ദ്രനും സൂചിപ്പിച്ചു. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വിലയിടിച്ച് കാണുന്നതോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതോ നമ്മുടെ പരമോന്നത നീതിപീഠത്തിലിരിക്കുന്ന ന്യായാധിപന്മാരെയല്ലേ. ഇത്തരം സ്വാധീനങ്ങൾക്ക് അപ്പാടെ വഴങ്ങുന്നവരാണ് എന്നൊരു പൊതുബോധത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു പദവി കിട്ടിയാൽ അല്ലെങ്കിൽ നാളെ ഈ പദവി കിട്ടും എന്ന മട്ടിലേക്ക് സർവീസിലിരിക്കുന്ന കാലത്ത് ന്യായാധിപന്മാർ മാറും എന്നൊരു മുൻവിധി നമ്മുടെ മുമ്പിലേക്കും വരുന്നുണ്ടോ? ഈ ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ റിട്ടയർമെൻറ്റിൻ്റെ കാലാവധി അടുത്തു വരുമ്പോഴേ പിന്നെ ഈ പെൻഷൻ പേപ്പറെല്ലാം ശരിയാക്കാൻ വേണ്ടിയുള്ള വെപ്രാളം ഒരു ഭാഗത്തും, ഈ ഉന്നതരായ IAS ഉദ്യോഗസ്ഥരാണ് എങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അഡ്വൈസർമാരായിട്ടൊക്കെ എവിടെയെങ്കിലും ലാവണങ്ങൾ തരപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമവും നടത്തുന്നുണ്ട് എന്നുള്ളതിനെപ്പറ്റി എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി ആരും മൂടി വെക്കണ്ട. ജുഡീഷ്യറി ഇതൊന്നും ഇല്ല എന്നാരും പറയേണ്ടതില്ല. നാഷണൽ കമ്മീഷൻ ഫോർ ദ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സിൻ്റെ ചർച്ചയിൽ അവിടെ നിരവധി പാർലമെൻറ്റ് അംഗങ്ങൾ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ മാത്രം ഈ റിട്ടയർ ചെയ്ത ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ, സുപ്രീം കോടതി ജഡ്ജിമാരെ, ഹൈക്കോടതി ജഡ്ജിമാരെ എല്ലാം ഇങ്ങനെ ട്രിബ്യൂണലിലേക്ക് കൊണ്ടുവരുന്നത്? അവർക്ക് ട്രിബ്യൂണൽ ഇവിടെ നല്ല കുട്ടികൾ, നല്ല മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള കുട്ടികളെല്ലാം തന്നെ ഇന്ന് ലോകത്തുള്ള പുതിയ നിയമ സംവിധാനങ്ങൾ അതെല്ലാം പഠിച്ച് ആ കുട്ടികൾ കടന്നു വരുന്നുണ്ട്. അവരെല്ലാം തന്നെ വാസ്തവത്തിൽ അവരൊക്കെയാണ് അവരോളം വാസ്തവത്തിൽ വിജ്ഞാനമില്ലാത്ത, അറിവില്ലാത്ത ഈ ജുഡീഷ്യൽ ഓഫീസർമാരുടെ മുമ്പിൽ അഭിഭാഷകരുടെ കുപ്പായവും അണിഞ്ഞുകൊണ്ട് പോയി കേസ് വാദിക്കേണ്ടി വരുന്നത്. എന്നിട്ട് ഇവർ പറയുകയാണ്, I am tired, I am not at all tired, I am retired but not tired.
ഞാൻ റിട്ടയർ ചെയ്യുന്നു, പക്ഷെ ഞാൻ ക്ഷീണിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു ലാവണം കണ്ടെത്തുക. ഇവിടെ ഈ നാഷണൽ കമ്മീഷൻ ഫോർ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ്സ് ഈ ട്രിബ്യൂണലുകളെ കൂടി അതിൻ്റെ പരിധിയിൽപ്പെടുത്തണമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നിരവധി പാർലമെന്റ് അംഗങ്ങൾ, BJP-യിലെ പാർലമെന്റ് അംഗങ്ങളൊക്കെ ആവശ്യപ്പെട്ടത്. പക്ഷേ ഗവൺമെന്റ് അതിന് തയ്യാറായില്ല. ഇവിടെ ശ്രീധരൻപിള്ള സാർ പറഞ്ഞല്ലോ, ട്രിബ്യൂണലുകൾ പലതും വരുന്നു. ട്രിബ്യൂണലുകൾ നേരത്തെ UPA ഗവൺമെന്റ് ആയാലും ഇപ്പോഴത്തെ BJP ഗവൺമെന്റ് ആയാലും നിയമ സംവിധാനത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്പെഷ്യലൈസേഷൻ വരുന്നത് കൊണ്ട് ട്രിബ്യൂണലുകൾ പലതും വരികയാണ്. ഈ ട്രിബ്യൂണലുകളിലാണോ റിട്ടയർ ചെയ്ത ജഡ്ജിമാരെ പാർക്ക് ചെയ്യേണ്ടത്? ഗവർണർ പദവി പോലും ഇത്തരത്തിൽ പല രാഷ്ട്രീയ രംഗത്ത് നിന്ന് വിരമിച്ചവരെയും ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരെയും പാർക്ക് ചെയ്യാനും ഇത്തരത്തിൽ റിട്ടയർ ചെയ്യുന്ന ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന ഒരു നിലയിലേക്കായി ആളുകൾ കണ്ടാൽ മറ്റവരുമായിട്ടാണ് താരതമ്യം ചെയ്യുക. ഞാൻ പറഞ്ഞ ആളുകളുമായിട്ടാണ് താരതമ്യം ചെയ്യുക. ഇദ്ദേഹം വാസ്തവത്തിൽ പൊതുസമൂഹം ഒരു ദിവ്യത്വം, ഒരു പരിഭാവനത, ആ വിധത്തിൽ ഒരു ഉത്തമമായ ശൃംഖത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എല്ലാവരും കാണുക. ഞാനും ശ്രീധരൻപിള്ള സാറും പ്രേമേന്ദ്രനും എല്ലാം അഭിഭാഷകരായി അല്ലെങ്കിൽ അഭിഭാഷകരായിരുന്നവരും പൊതുരാഷ്ട്രീയ രംഗത്തേക്കുന്നതുകൊണ്ട് ഞങ്ങൾ മാത്രമല്ല പൊതുസമൂഹം അടക്കം ആ വിധത്തിലാണ് ചീഫ് ജസ്റ്റിസിനെ കാണുക. ഇവിടെയാണ് കുഴപ്പം. ഈ ഒരൊറ്റ പോയിന്റിൽ നമുക്ക് നിർത്താം ശ്രീ PS ശ്രീധരൻപിള്ള. കാരണം നിലവിൽ ഗവർണർ പദവി എന്നത് രാഷ്ട്രീയക്കാർക്ക് വിരമിക്കുന്ന കാലത്ത് സുഖമായി അവരുടെ അവസാന കാലത്തെന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ കഴിഞ്ഞുകൂടാനുള്ള ഒരു പദവി പോലെയായി ഏതാണ്ട് എല്ലാ കാലത്തും കുറേ പാർട്ടികളും ഭരണമുന്നണികളും ഒക്കെ ചേർന്ന് ആക്കി തീർത്തിടത്താണ് നമ്മുടെ സുപ്രീം കോടതിയുടെ പരമോന്നത ന്യായാധിപനായിരുന്ന ഒരാളെ പോലും ആ ഗണത്തിലേക്ക് നിർഭാഗ്യവശാൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ അത് അദ്ദേഹം അത്രമേൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ നമ്മൾക്ക് ഓർക്കാം. കാരണം ഇവിടെ തന്നെ പല ഘട്ടങ്ങളിലും ഗവർണറായി പോവുക, തിരികെ വരിക, സൗകര്യം പോലെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരിക, വീണ്ടും മടങ്ങുക, ഈ നിലയിൽ ഇതിനെ ദുരുപയോഗിക്കുകയോ മാറ്റുകയോ ചെയ്തൊരു കാലത്തേക്ക് നിർഭാഗ്യവശാൽ വേണ്ടിയിരുന്നോ എന്ന ചോദ്യം. അതാണ് ഈ പറഞ്ഞ ട്രൈബ്യൂണലുകളെ അടക്കം കാലോചിതമായി പരിഷ്കരിക്കുന്നതിലേക്ക് ഒരു നിലപാടിലേക്ക് BJP അടക്കം കേന്ദ്ര സർക്കാർ അടക്കം പോകുന്നതിന് ഒരു സാധ്യതയും കാണുന്നില്ല. ഇങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ. അതാണ് സമ്പത്ത് സൂചിപ്പിച്ച വിമർശനം. ശരത്ത്, സമ്പത്ത് പറഞ്ഞ ഈ സദാശിവത്തെ പറ്റിയുള്ള വിമർശനം ആ ആംഗിൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി കാര്യങ്ങൾ ഒരുപാട് സക്രിയമായ കാര്യങ്ങളുണ്ട് നമ്മുടെ ജുഡീഷ്യറിയിൽ. ട്രൈബ്യൂണലുകളെ റീഅപ്പോയിൻമെൻറ്റ്സ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സക്രിയമായ നിർദ്ദേശങ്ങളാണ് ശ്രീമാൻ സമ്പത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മൾ അതിൻ്റെ കുറേ കൂടി വലിയൊരു ക്യാൻവാസിൽ അത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അത് ചെയ്യാം. ഈ സമ്പത്ത് ഇപ്പോഴേ ഈ സദാശിവം എന്നത് മാത്രം ഒരു ഇടുത്തി പോലെ നിബന്ധിച്ചതായി പറഞ്ഞുകൊണ്ടുള്ള ആരോപണം വാസ്തവത്തിൽ ദൗർഭാഗ്യകരമാണ്. അത് ഒഴിവാക്കേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ. മറ്റു കാര്യങ്ങൾ തീർച്ചയായിട്ടും സമ്പത്ത് അത് പഠിച്ചു പറഞ്ഞ കാര്യങ്ങളോടൊക്കെ തന്നെ എനിക്കും വ്യക്തി എന്നുള്ള നിലയിൽ, അഭിഭാഷകൻ എന്ന നിലയിൽ യോജിപ്പാണുള്ളത്. ബാർ അസോസിയേഷൻ്റെ തീരുമാനങ്ങളെയും ഞാൻ ഉൾപ്പെടുന്ന ഹൈക്കോടതി ബാർ അസോസിയേഷൻ്റെ തീരുമാനങ്ങളൊക്കെ ഞങ്ങളൊക്കെ അംഗീകരിക്കേണ്ടവരാണ്. ആ സക്രിയമായ തലങ്ങളെ ഞാൻ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും P സദാശിവം എന്ന വ്യക്തിയല്ല, അദ്ദേഹം ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ചിരുന്നയാളാണ്, വിരമിച്ച ആളാണ്. ആ ആദരണീയമായ വ്യക്തിത്വത്തെയാണ് അല്ലെങ്കിൽ ആ സ്ഥാനം അലങ്കരിച്ച ആളെയാണ് ഈ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അതെത്രമാത്രം ആശാസ്യമാണെന്ന ചോദ്യം ഉയരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരവ് ജുഡീഷ്യറിയെ സംബന്ധിച്ച ഈ പുതിയ ആലോചനകൾക്കും കാലോചിതമായ പരിഷ്കാരത്തിനും ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമാകുന്നുവെങ്കിൽ അത് ഗുണകരമായി താങ്കൾ എടുക്കുമോ? ഇപ്പോൾ ശ്രീ PS ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ ട്രൈബ്യൂണലടക്കം പരിഷ്കരിക്കണം, ഇത്തരം റിട്ടയർമെൻറ്റ് വേക്കൻസിയിലേക്ക് ആളുകളെ തള്ളിക്കയറ്റരുത്. ഇത് ശരത്തെ, അതിന് റിട്ടയർഡ് ജസ്റ്റിസ് സദാശിവം തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തന്നെ കേരളത്തിലെയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് വേറെ ഏത് സംസ്ഥാനം അവിടെ കേരളമല്ല ഏത് സംസ്ഥാനമായാലും ഞാൻ ഇതേ അഭിപ്രായം തന്നെയാണ്. അത് CPIMൻ്റെ അഭിപ്രായം CPIM വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ വാസ്തവത്തിൽ അഭിഭാഷകരായിട്ടുള്ള ആർക്കും ഈ ഒരു കാര്യത്തോട് വാസ്തവത്തിൽ യോജിക്കാൻ കഴിയില്ല. ശ്രീധരൻപിള്ള സാറ് BJPയുടെ നേതാവെന്നുള്ള നിലയിൽ സാറ് എന്ത് പറഞ്ഞിരുന്നു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും നീതിന്യായ സംവിധാനങ്ങളെക്കുറിച്ചും പ്രേമചന്ദ്രനെയും എന്നെയുംകാൾ നന്നായി അറിയാവുന്ന ആളാണ് ശ്രീധരൻപിള്ള സാർ എന്നുള്ള നിലയിൽ ശ്രീധരൻപിള്ള സാറിനോട് മാനസികമായി ഇക്കാര്യത്തോട് വിയോജിപ്പുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വിശ്വാസം മാത്രമല്ല, സാറിന്റെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ രാഷ്ട്രീയമായ പല കാര്യങ്ങളിലും തർക്കങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിവിടെ ഒരു വളരെ പെർട്ടിനന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഇന്നത്തെ ഗവൺമെന്റ് ഒരു ചലഞ്ചായി ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ നീതിന്യായ രംഗത്ത് പരിഷ്കരണങ്ങൾ നടത്തുന്നതിനു വേണ്ടി പുതിയ റിപ്പോർട്ടടക്കം തയ്യാറാക്കുകയും സാറ് തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ളൊരു കാര്യമുണ്ട്. അതെന്താണ്? നമ്മുടെ ജുഡീഷ്യറിയിലേക്ക് അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നത്. ഇപ്പം നമുക്കൊരു ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ് ഇല്ല.
IAS പോലെ IFS IPS സിവിൽ സർവീസ് UPSC അങ്ങനെ അപ്പോൾ അവിടെ ആ പരീക്ഷ നടത്തി ഇന്റർവ്യൂ നടത്തി അത്തരത്തിൽ അത് വലിയൊരു കാര്യമാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഒരു ഉടച്ചുവാർപ്പ് തന്നെ വേണം. അവിടെ ആരെ ഏൽപ്പിക്കാൻ കഴിയും? അങ്ങനെ ഏൽപ്പിക്കണമെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിയെ പോലുള്ള അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ത്യ പോലൊരു ഫെഡറേഷൻ അങ്ങനെയായിരുന്നു ഇദ്ദേഹത്തെ അടക്കം ഉപയോഗിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ സേവനം അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. അല്ലാതെ ഇത്തരത്തിലൊരു പക്ഷേ രാഷ്ട്രീയ ഞാൻ ആ ഒരു പദപ്രയോഗം ഉപയോഗിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം ശ്രീധരൻപിള്ള സാറേ, രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെന്ന് നമ്മളൊക്കെ തന്നെ പലപ്പോഴും ആക്ഷേപിക്കുന്ന ആ ആളുകൾക്ക് അവരെല്ലാം ഇങ്ങനെ ഒരു പദവി രാജ്ഭവനുകൾ കുറേയൊക്കെ തന്നെ ഒരുമാതിരി ഈ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളായി തരം താഴുന്നതായി പലപ്പോഴും ആക്ഷേപമുണ്ട്. അവിടേക്ക് ഇദ്ദേഹം വന്നതുകൊണ്ട് അതെല്ലാം തന്നെ വൃത്തിയാക്കപ്പെടുന്നു എന്നോ അത് ക്ലെൻസിങ് നടക്കുന്നു എന്നൊന്നും ധരിക്കേണ്ടതായിട്ടില്ല. ഇവിടെ പറ്റിയൊരു തെറ്റ് ഒന്ന് BJPയുടെ രാഷ്ട്രീയ നേതൃത്വം ഈ വിധത്തിൽ എടുത്ത ഒരു തീരുമാനം അദ്ദേഹത്തെ ഗവർണറാക്കാൻ. രണ്ടാമത്തെ തെറ്റ് അത് അദ്ദേഹത്തിന് പറ്റിയ തെറ്റാണ്. അത് ജസ്റ്റിസ് സദാശിവത്തിന് പറ്റിയൊരു തെറ്റാണ്. അദ്ദേഹം ഈ പദവി ഏറ്റെടുത്തു എന്നുള്ളത്. ഓഫർ ചെയ്യാം, രാഷ്ട്രീയ നേതൃത്വത്തിന് ഓഫർ ചെയ്യാം, ഗവൺമെൻറ്റിന് ഓഫർ ചെയ്യാം. പക്ഷേ അത്തരത്തിലൊരു ഓഫർ യഥാർത്ഥത്തിൽ അദ്ദേഹം മാന്യമായി അത് ഡിക്ലൈൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം വേണ്ടത്. അദ്ദേഹത്തിന് നൽകിയ ഒരു അംഗീകാരമായി കരുതിക്കൊണ്ട് അദ്ദേഹം മറ്റൊരു രാഷ്ട്രത്തിന് ഗുണകരമായ നിലയിലുള്ള ഒരു സേവനം അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെയാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. ഏതായാലും ചർച്ച അവസാനിപ്പിച്ച ഘട്ടത്തിൽ നിന്നൊരു ചെറിയ ഡീവിയേഷൻ വന്നതുകൊണ്ടാണ് ശ്രീ PS ശ്രീധരൻപിള്ള താങ്കൾക്ക് കൂടി ഒരു അഭിപ്രായം പറയാം. അദ്ദേഹം പറഞ്ഞത് രസകരമാണ്. BJPയുടെ അഭിപ്രായം താങ്കൾ ഉയർത്തിപ്പിടിച്ചു, നിലപാട് ഉയർത്തിപ്പിടിച്ചു. അതേസമയം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ബാർ അസോസിയേഷനുകൾ എടുക്കുന്ന വിയോജിപ്പുകളും അതൃപ്തിയും അതേ ആർജവത്തോടുകൂടി തന്നെ താങ്കൾ പ്രകടിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു എന്നൊരു സൂചന അതിലുണ്ടായിരുന്നു. ശ്രീ PS ശ്രീധരൻപിള്ള, ഇപ്പോഴത്തെ ഈ വിവാദം അനാവശ്യമായി രാഷ്ട്രീയപ്രേരിതമായി ഉണ്ടായ വിവാദമാണ്. ഈ വിവാദം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിയമപരമായിട്ടോ ഒന്നുമില്ല. ധാർമ്മികത പറയുന്ന ആളുകൾ അവർ തന്നെയാണ്. ധാർമ്മികതയുടെ പേരിൽ ഇപ്പോൾ ഇത് പറയുന്ന ആളുകൾ തന്നെയാണ് ഫാത്തിമ ബീബിയെയും അതുപോലെ ജസ്റ്റിസ് കാങ്കിനെ കേരളത്തിൽ കൊണ്ടുവന്നത്. അത് മറക്കണ്ട അവസരവാദമാണോ? ഇതൊരു യുക്തിഭദ്രമായ നിലപാടല്ല എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം നിർദ്ദേശിച്ച നിയമത്തിലെ ഭേദഗതികൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും ജഡ്ജിമാരോട് ബന്ധപ്പെട്ടുള്ള നിയമനങ്ങളും റിട്ടയർമെൻറ്റുള്ള കാര്യങ്ങളുമൊക്കെ വീണ്ടും രാജ്യം ചർച്ച ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടി ഞാൻ ഇവിടെ ആ നിലയ്ക്ക് പുതിയ ചർച്ചകൾ രൂപപ്പെടട്ടെ, സർക്കാർ പുതിയ നടപടികളിലേക്ക് പോകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കാം. എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകില്ലായിരിക്കാം. പക്ഷേ പുതിയ ഗവർണർ IP സദാശിവം കേരളത്തിലെത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിയമനത്തിന് പിന്നിലെ ധാർമ്മിക നൈതിക ചോദ്യങ്ങളാണ് വളരെ സജീവമായി ഉയർന്നത്. കേവല വിവാദങ്ങൾക്കപ്പുറത്തേക്കുള്ള ചില ഗൗരവമായ സാഹചര്യം അതിലുണ്ട് എന്ന ഒരു പൊതുബോധം കേരളത്തിൽ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഗവർണർ പദവിയുടെ സമീപകാല അവസ്ഥയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ഒരുപക്ഷെ ഈ വിവാദം രൂപപ്പെടുന്നതിന് ഇടയാക്കിയിട്ടുണ്ടാവാൻ എല്ലാ സാധ്യതയും ഒരുക്കിയത്. വളരെയധികം നന്ദി PS ശ്രീധരൻപിള്ള, ഒപ്പം തന്നെ ഡോക്ടർ S സമ്പത്ത് MP, NK പ്രേമചന്ദ്രൻ MP ഞങ്ങളോട് സഹകരിച്ചത്.